ഈ ഭയം ഈ ഭയമാണ് അമേരിക്ക ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആരും ക്രിട്ടിസൈസ് ചെയ്യില്ല, അവർ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ വാറിൽ യൂറോപ്യൻ യൂണിയനിലെ ഒരേ ഒരു നേതാവിന് മാത്രമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് ചലഞ്ച് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടുള്ളൂ, സ്പാനിഷ് പ്രൈം മിനിസ്റ്ററിന്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് അൺജസ്റ്റിഫൈഡ് ആണ്, ഡേഞ്ചറസ് ആണ് ആൻഡ് ഇല്ലീഗൽ എന്നാണ് സ്പാനിഷ് പ്രൈം മിനിസ്റ്റർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ US പറഞ്ഞിട്ടുള്ള, അതായത് സ്പാനിഷ് പ്രൈം മിനിസ്റ്റർ US പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ബേസ്, അതായത് സ്പാനിഷ് ബേസ് US വിട്ടുകൊടുക്കില്ല ഇറാനെ അറ്റാക്ക് ചെയ്യാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. And now Spain actually said that we can't use their bases, and that's all right. We could use their base if we want. We could just fly in and use it. Nobody's going to tell us not to use it, but we don't have to. But they were unfriendly, and so I told him we don't want to. Spain has absolutely nothing that we need other than great people. They have great people, but they don't have great leadership. And as you know, they were the only country that in NATO would not agree to go up to 5%. I don't think they would have agreed to go up to anything. They wanted to keep it at 2%, and they don't pay the 2%. So we're going to cut off all trade with Spain. We don't want anything to do with Spain. കേട്ടില്ലേ, ബേസ് കൊടുക്കില്ല, അതുപോലെ ക്രിട്ടിസൈസ് ചെയ്തു. അതുകൊണ്ട് സ്പെയിനുമായിട്ടുള്ള എല്ലാ ട്രേഡ് ആക്ടിവിറ്റീസും നമ്മൾ കട്ട് ഓഫ് ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഭീഷണിയാണ്. ഇതുപോലത്തെ പല ഭീഷണികളും ഉള്ളത് കൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ലോക നേതാവ്, വിശ്വഗുരു, 56 ഇഞ്ച് എന്നൊക്കെ പറയുന്ന നമ്മളുടെ പ്രധാനമന്ത്രി ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. നമുക്കറിയാം, ഇറാനുമായിട്ടുള്ള നമ്മളുടെ ടൈ നമുക്കറിയാവുന്ന നല്ല റിലേഷൻഷിപ്പാണ് ഇറാനുമായിട്ട് നമുക്ക്. പക്ഷേ ഇതുവരെ എന്തിനേറെ പറയുന്ന അവിടുത്തെ, അതായത് ഇറാനിയൻ സുപ്രീം ലീഡർ, അവിടുത്തെ റൂളർ മരണപ്പെട്ടിട്ട് പോലും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ട് പോലും ഒരക്ഷരം ഇതിനെക്കുറിച്ച് നമ്മളുടെ പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ല. എന്തിന്? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊന്ന് കണ്ടോളൻസ് ചെയ്യും, അതുപോലും നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് മറ്റു രാജ്യങ്ങളുടെയും അവസ്ഥ. ഇതിനെക്കുറിച്ച്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മൗനം പാലിക്കുന്നത് ഈ വിഷയത്തിൽ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഭയമാണ് അമേരിക്ക ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആരും ക്രിട്ടിസൈസ് ചെയ്യില്ല, അവർ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് അവർ കരുതും. കാരണം നമ്മളെ ആരും ക്രിട്ടിസൈസ് ചെയ്യില്ല എന്നൊരു വിശ്വാസം അമേരിക്കക്ക് പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ സ്പെയിനിന് കിട്ടാൻ പോകുന്നത്. ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ അവരുമായിട്ടുള്ള എല്ലാ ട്രേഡ് ആക്ടിവിറ്റീസും നിർത്തലാക്കാൻ പോകുന്നത്. US ചരിത്രം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇറാന്റെ കാര്യത്തിൽ നോക്കിയാലും ശരി, ചൈനയുടെ കാര്യത്തിലൊക്കെ നോക്കിയാലും ശരി, റഷ്യയുടെ കാര്യത്തിൽ നോക്കിയാലും ശരി, നമുക്കറിയാം US ഒരു സാങ്ഷൻ കൊടുക്കുമ്പോൾ ആ ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല സാങ്ഷൻ കൊടുക്കുക. ആ രാജ്യവുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ആ രാജ്യവുമായി റിലേഷൻഷിപ്പ് പുലർത്തുന്നുണ്ടെങ്കിൽ, ട്രേഡ് നടത്തുന്നുണ്ടെങ്കിൽ അവർക്കടക്കം സാങ്ഷൻ അടിച്ചു കൊടുക്കുന്ന രീതിയാണ് US സാധാരണ രീതിയിൽ ചെയ്യാറ്. ഇനിയിപ്പോൾ സ്പെയിനിന്റെ കാര്യത്തിൽ എന്താകുമെന്ന് കണ്ടറിയേണ്ടി വരും.